ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങളാണെങ്കിൽ ചാനൽ ഒന്ന് സബ് ചെയ്യുക, ഒപ്പം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോകളും കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, കമൻറ്റുകളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ 2024 മേടമാസം തൊട്ട് മീനമാസം തൊട്ടുള്ള വിഷു ഫലങ്ങളാണ്. ഇത്തവണ വിഷുഫലമായിട്ട് വന്നിരിക്കുന്നത് പുണർതം നക്ഷത്രങ്ങളാണ്. അപ്പോൾ പുണർതം നക്ഷത്രത്തിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ 2024 വിഷുഫലം തൊട്ട് മേടമാസം തൊട്ട് പുണർതം നക്ഷത്രക്കാർക്ക് കഷ്ടകാലത്തിൻ്റെ ഒരു ആരംഭമാണ് ആദ്യ വിഷുഫലം. അതായത് കഷ്ടകാലം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഏതൊരു കാര്യത്തിന് പോയാലും അവിടെ ഒരു തടസ്സം വരിക, വലുതായ കാര്യവിഘ്നങ്ങൾ. ഒരു ഉദാഹരണം പറയാം, നമ്മൾ എന്ത് കാര്യത്തിന് പോയാലും നമ്മുടെ ആ കാര്യം അന്നത്തെ ദിവസം നടക്കാതെ വരും. അപ്പം നമുക്ക് 3-4 തവണ പോകുമ്പോഴത്തേക്ക് നമുക്ക് പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഓട്ടോമാറ്റിക്കലി നമുക്ക് തന്നെ എന്താണ്, ഞാൻ എവിടെ പോയാലും തടസ്സമാണ്, ഈ വിഷു തുടങ്ങിയിട്ട് എനിക്ക് എന്താണ് ഇങ്ങനെ വരുന്നത് എന്നൊരു നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കും പുണർതം നക്ഷത്രക്കാർ. പക്ഷേ ഈ ഒരു ദോഷം കേട്ടതിന് ശേഷം പുണർതം നക്ഷത്രക്കാർ പേടിക്കേണ്ട യാതൊരു കാര്യമില്ല. ഇതിന് പരിഹാരമായിട്ട് നമുക്ക് ശനീശ്വര ഹോമം, അതായത് കർമ്മത്തിൽ നിൽക്കുന്ന തടസ്സം മാറാൻ വേണ്ടി ശനിദേവനെ കൊണ്ട് നമുക്ക് ശനീശ്വര ഹോമവും ഒപ്പം തന്നെ നല്ല രീതിയിൽ ചെയ്യുന്ന നീലാഞ്ജനം ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ തട്ടത്തിനകത്ത് വെച്ച് ഉണക്കലരിയും നെല്ലും വെച്ച് വേണം ചെയ്യാൻ. അല്ലാതുള്ള ക്ഷേത്രത്തിൽ അത് ചെയ്യരുത്, തിരുമേനോട് പറഞ്ഞു വേണം പ്രത്യേകം ചെയ്യാൻ. ഒപ്പം തന്നെ ശനീശ്വര പൂജയോ ശനീശ്വര ഹോമമോ നവഗ്രഹിരിക്കുന്ന ക്ഷേത്രത്തിൽ ഈ ഒരു ദോഷത്തിൻ്റെ ഒരു കാഠിന്യം നല്ലപോലെ കുറഞ്ഞു മാറാൻ വേണ്ടി തലേദിവസം, അതായത് വെള്ളിയാഴ്ച ദിവസം പോയി ശനീശ്വര ഭഗവാന് കരിക്ക് കൊടുത്ത് ശനിയാഴ്ച ദിവസം അഭിഷേകം ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. അപ്പം പെട്ടെന്ന് തന്നെ ഈ ഒരു ദോഷം നമുക്ക് മാറിപ്പോകുന്നതാണ്. ഒപ്പം തന്നെ എല്ലാ കാര്യങ്ങളും കൂടുതൽ വിജയകരമായി നടക്കുന്നതായിരിക്കും ഈ ഒരു വഴിപാട് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക്. ഒപ്പം തന്നെ ഇടവമാസം പുണർതം നക്ഷത്രക്കാരെ സംബന്ധിച്ച് നല്ലൊരു മാസമാണ്. സാമ്പത്തികം, അതായത് നമ്മൾ മുമ്പ് കടം ചോദിച്ചിരുന്ന വ്യക്തികളൊക്കെ നമുക്ക് കടം തരും. നമ്മൾ ലോണുകൾക്കൊക്കെ പുറകെ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ലോണുകളൊക്കെ പാസ്സാകും. നമുക്ക് 4 ദിക്കിൽ നിന്നും സാമ്പത്തികം വരും. ഒപ്പം തന്നെ ജോലി, അതായത് തൊഴിൽ മേഖലയിൽ ഉയർച്ച ഉണ്ടാകും. നമ്മൾ എന്ത് തൊഴിൽ നിന്നാലും അതിലൂടെ നമുക്ക് സാമ്പത്തിക ലാഭങ്ങൾ. പിന്നെ ഒരിക്കലും ലോട്ടറി അടിക്കുമെന്ന് പറയത്തില്ല സാമ്പത്തികം വരുമ്പോൾ. അങ്ങനെ വിശ്വസിച്ച് കിടക്കുന്ന ചില ഭക്തജനങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ നമുക്ക് സാമ്പത്തിക ലാഭം, നമുക്ക് ഒരു 20,000 രൂപ സാലറി കിട്ടുമെങ്കിൽ ആ 20,000 രൂപ ഇടവമാസത്തിൽ നമ്മുടെ കയ്യിലിരിക്കും. നമുക്ക് അനാവശ്യമായ നഷ്ടങ്ങളൊന്നും ഉണ്ടാകത്തില്ല. നല്ലപോലെ നമുക്ക് സാമ്പത്തിക ലാഭം കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു ദോഷങ്ങൾ മാറാൻ, അതിൻ്റെ തടസ്സങ്ങളൊക്കെ മാറാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട വഴിപാട്, നമ്മൾ മഹാവിഷ്ണു ഇരിക്കുന്ന ക്ഷേത്രത്തിൽ സുദർശന മന്ത്ര അർച്ചന ചെയ്യുമ്പോഴത്തേക്ക് എല്ലാത്തിനും ഒരു പരിഹാരമായി കിട്ടുന്നതാണ്. ഒപ്പം തന്നെ സാമ്പത്തിക തടസ്സങ്ങൾ, ഈ കർമ്മത്തിൽ വരുന്നുള്ള തടസ്സങ്ങൾ മൊത്തം തന്നെ നമുക്ക് ഇടവമാസത്തിൽ ഒരുവിധ പ്രശ്നങ്ങളില്ലാതെ ഈ സുദർശന മന്ത്ര അർച്ചന 7 തവണ 7 ആഴ്ചയായിട്ട് ഇത് ചെയ്യുന്നത് വളരെയധികം ഉത്തമമായിരിക്കും. ഒപ്പം തന്നെ മിഥുനമാസത്തിൽ പുണർന്ന നക്ഷത്രത്തിൽ വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടി വരാം. അതായത് പെട്ടെന്ന് ആഹാരം കഴിക്കാതെ തന്നെ വയറ് വീർത്തിരിക, 3-4 തവണ ബാത്റൂമിൽ പോവുക, അതായത് പൈൽസ് സംബന്ധമായ അസുഖങ്ങൾ, ഇല്ലെങ്കിൽ വീട്ടിൽ വരുമ്പോഴത്തേക്ക് ഉറക്കക്കുറവ്, ഇല്ലെങ്കിൽ വീട്ടിൽ വരുമ്പോൾ ഒരു സമാധാനക്കുറവ്. അതായത് നമ്മൾ പെട്ടെന്ന് ജോലി സ്ഥലത്ത് വീട്ടിലേക്ക് എത്തുമ്പോഴത്തേക്ക് വീട്ടുകാരെ നമ്മളോട് വഴക്കടിക്കുക, ഇല്ലെങ്കിൽ നമുക്ക് ഇവിടുന്നെങ്കിലും ഇറങ്ങി പോകാൻ തോന്നുന്നു, രാത്രി കിടക്കുമ്പോൾ ഉറക്കങ്ങളില്ല, അങ്ങനെ ഒരു മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു മാസമാണ് മിഥുനമാസം പുണർതം നക്ഷത്രക്കാരെ കൊണ്ട്. അപ്പോൾ ഈ ഒരു ദോഷത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാനും ഈ ദോഷങ്ങൾ മാറാൻ വേണ്ടിയും നമ്മൾ ചെയ്യേണ്ട വഴിപാട് എന്താണെന്ന് വെച്ചാൽ, ദേവീ ക്ഷേത്രത്തിൽ നമ്മുടെ പേർക്ക് ഭഗവതി സേവ ഒറ്റൊരെണ്ണം നടത്തുക. ഈ ഭഗവതി സേവ ചെയ്യുമ്പോഴത്തേക്ക് ഭക്തജനങ്ങൾ ചെയ്യേണ്ട പുണർതം നക്ഷത്രക്കാർ തീർച്ചയായിട്ടും ഈ ഭഗവതി സേവ കണ്ടു തൊഴുത് പ്രസാദം വീട്ടിൽ കൊണ്ടുവെക്കണം. അവിടെ രസീത് എഴുതിയിട്ട് പോകരുത്. കാരണം രസീത് എഴുതിയിട്ട് പ്രസാദം മേടിക്കാതിരുന്ന അതിന് യാതൊരു ഫലമില്ല. അപ്പോൾ ഭഗവതി സേവ കണ്ടു തൊഴുത് പ്രസാദം മേടിച്ച് നമ്മുടെ വീട്ടിൽ കൊണ്ടുവെക്കുമ്പം ഈ ഒരു ദോഷത്തിന് നല്ല പോലെ ഒരു പരിഹാരം കിട്ടുന്നതായിരിക്കും പുണർതം നക്ഷത്രക്കാർക്ക്. ഒപ്പം തന്നെ കർക്കിടക മാസത്തിലും പുണർതം നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തൊഴിൽ തടസ്സം, അതായത് തൊഴിൽ പുരോഗതി, തൊഴിൽ തടസ്സങ്ങളൊക്കെ മാറുന്നതായിരിക്കും. പുണർതം നക്ഷത്രക്കാർ ജോലികൾ അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ജോലികൾ 4 ദിക്കിൽ നിന്നും കിട്ടും. ഒപ്പം തന്നെ നിലവിൽ ജോലി ഉള്ള വ്യക്തികൾക്ക് പ്രമോഷൻ, ഇല്ലെങ്കിൽ സാലറി കൂടാനുള്ളത്, ഒപ്പം വർക്ക് ചെയ്യുന്ന സഹപാഠികളിൽ നിന്നും നല്ല സന്തുഷ്ട അനുഭവങ്ങൾ, നമുക്ക് എല്ലാത്തിനും ഒരു വിജയിച്ച് എന്നുള്ള ഒരു തോന്നലുണ്ടാകും. ഒപ്പം തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും സ്പീഡപ്പായിട്ട് നടക്കും. നമുക്ക് പുതിയ ജോലികൾ കിട്ടാനും, നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങൾക്ക് പുതിയ പ്രമോഷനുകളും, ഇല്ലെങ്കിൽ അവർക്ക് നല്ല ഒരു വരുമാനവും നല്ല സന്തോഷമാകുന്ന ഒരു മാസവും കൂടെയാണ് കർക്കിടക മാസം. അപ്പോൾ ഈ ഒരു കാര്യങ്ങളും ദോഷങ്ങളും തടസ്സങ്ങളും മാറാൻ വേണ്ടി നമ്മൾ ചന്ദ്രഭഗവാന് അർച്ചനയും ചന്ദ്രനെയും കരിക്കുകൊണ്ട് അഭിഷേകം ചെയ്യുന്നത് വളരെയധികം ഉത്തമമാണ്. അത് ഈ പറയുന്ന പോലെ നമുക്ക് തലേദിവസം കൊണ്ട് കൊടുക്കണം കരിക്ക്. എന്നിട്ട് ക്ഷേത്രത്തിലെ തിരുമേനിയോട് പറയണം, ഇത് ചന്ദ്രനെ മാത്രം അഭിഷേകം ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണ്, ദോഷങ്ങളൊക്കെ മാറാൻ വേണ്ടി എന്ന് തിരുമേനിയോട് ഒന്ന് സൂചിക്കുക. അപ്പോൾ ഈ ഒരു കാര്യം ചെയ്തുകൊണ്ട് നമുക്ക്
കർക്കിടക മാസം നമുക്ക് ശുഭകരമാകുന്നതാണ്. ഒപ്പം തന്നെ ചിങ്ങമാസം പുണർന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ ഒത്തിരി സ്ഥലങ്ങൾ മേടിക്കും. അതായത് നിലവിൽ സ്ഥലങ്ങളൊക്കെ മേടിച്ച് നമുക്ക് വീടിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ മേടിക്കാനുള്ള യോഗങ്ങളുണ്ടാകും. പുതിയ വീട് മേടിക്കാനുള്ള യോഗങ്ങളൊക്കെ ഉണ്ടാകും. ശരിക്കും ചിങ്ങമാസം അവരെ സംബന്ധിച്ച് നല്ല ഒരു ഐശ്വര്യമുള്ള ഒരു മാസമാണ്. അപ്പോൾ ചിങ്ങമാസത്തിലെ ദോഷങ്ങളും തടസ്സങ്ങളും ഒക്കെ മാറാൻ വേണ്ടി നമ്മൾ ദേവീക്ഷേത്രത്തിൽ തൃഷ്ടുപ്പ് കൊണ്ട് അർച്ചന ചെയ്യുന്നത് വളരെ അധികം ഉത്തമമാണ്. തൃഷ്ടുപ്പ് അർച്ചന ചെയ്യേണ്ടത് ചെത്തിപ്പൂ കൊണ്ടാണ്. അപ്പം അവർക്ക് വേണ്ട കാര്യങ്ങൾ ഒന്നും കൂടെ അനുകൂലമായിട്ട് വരുന്നതാണ് ഈ ഒരു അർച്ചന കൊണ്ട്. ഒപ്പം തന്നെ കന്നിമാസത്തിൽ ശത്രുദോഷങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായും തന്നെ അത് പേടിക്കേണ്ട ഒരു മാസമല്ല, പേടിക്കേണ്ട ഒരു വലിയൊരു കാര്യമില്ല. ശത്രുദോഷങ്ങൾ, അതായത് നാലാദിക്കിൽ നിന്ന് ശത്രുദോഷങ്ങൾ, അപഗ്ധാദികൾ ഇല്ലെങ്കിൽ നമ്മൾ ശത്രുക്കൾ പറഞ്ഞിട്ടുണ്ടാക്കും. നമ്മൾ നേരായ മാർഗത്തിൽ മേടിച്ചല്ല പൈസ നമുക്ക്, ഇല്ലെങ്കിൽ അവരെ ചതിച്ചുകൊണ്ടുണ്ടാക്കിയ പൈസയാണ്, നമുക്ക് അർഹമല്ലാത്ത പൈസയാണ് കയ്യിരിക്കുന്നത്. അങ്ങനെ ശത്രുക്കളുടെ പല പല പാരകൾ വരാൻ ഒരു മാസമാണ് കന്നിമാസം. അപ്പോൾ ഈ ശത്രുദോഷ പരിഹാരയ്ക്കായി ഭദ്രകാളി ക്ഷേത്രത്തിൽ ഒരു ഗുരുതിയും രക്തപുഷ്പാഞ്ജലിയും കഴിക്കുന്നത് വളരെ അധികം ഉത്തമമാണ്. ഗുരുതി ഒറ്റ ഒരെണ്ണം കഴിച്ചാൽ മതി, നമ്മുടെ വീട്ടിൽ കൊണ്ട് തളിക്കുക. രക്തപുഷ്പാഞ്ജലി ആഴ്ചയിൽ ഒരു 7 എണ്ണം വെച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു ദോഷത്തിന് എന്താ പറയുക ഒരു പരിഹാരമായിട്ട് കിട്ടും. നമ്മൾ ശത്രുതാ സംഹാരമല്ല, അതായത് പിണങ്ങി നിൽക്കുന്ന ശത്രുക്കൾ ഇണക്കമായി വരുവാനും ശത്രുദോഷങ്ങൾ മാറാനുമാണ് നമ്മൾ രക്തപുഷ്പാഞ്ജലി ചെയ്യുന്നത്. അപ്പോൾ രക്തപുഷ്പാഞ്ജലി ഭദ്രകാളി ക്ഷേത്രത്തിൽ ഒരു 7 എണ്ണം വെച്ച് ചെയ്യുക. അപ്പോൾ ഈ ഒരു ദോഷം കന്നിമാസത്തിലെ മാറും. ഒപ്പം തന്നെ തുലാമാസം പുണർനക്ഷത്രക്കാരെ സംബന്ധിച്ച് വാഹനങ്ങൾ മേടിക്കാനുള്ള ഒരു യോഗം കാണുന്നുണ്ട്. അതായത് നിലവിൽ വാഹനമുള്ളവരും വാഹനമില്ലാത്തതായ പുണർദം നക്ഷത്രക്കാർക്ക് വാഹനം മേടിക്കാനുള്ള യോഗങ്ങളും സാമ്പത്തികം വന്നു ചേരും. നിലവിൽ വാഹനമുള്ളവർക്ക് വീണ്ടും അവർ വാഹനം മേടും. അവർക്ക് ആ വാഹനം കൊണ്ട് നല്ല രീതിയിൽ തന്നെ സാമ്പത്തിക ലാഭങ്ങൾ വന്നു ചേരും. ഒപ്പം തന്നെ എല്ലാ വിധത്തിലുള്ള ഐശ്വര്യം. ഈ ഒരു ദോഷങ്ങളും തടസ്സങ്ങളും മാറാൻ വേണ്ടി നമ്മൾ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോയിട്ട് അവിടെ ഭഗവാന് പുരുഷ സൂക്തം കൊണ്ട് താമര കൊണ്ട് അർച്ചന ചെയ്യുമ്പോൾ നമ്മുടെ കാര്യങ്ങളും ഒന്നും കൂടെ സ്പീഡപ്പായി ഈ ഉള്ള ദോഷങ്ങളും മാറുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. പുരുഷ സൂക്തം താമര കൊണ്ട് തന്നെ ചെയ്യുമ്പോഴത്തേക്ക് അതിന് പ്രത്യേകിച്ചൊരു ഗുണമുണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്. അത് ആഴ്ചയിൽ 7 എണ്ണം ചെയ്യുക. വണ്ടി ആരുടെ പേർക്കാണ് അവർ ചെയ്യുക. അപ്പോൾ വണ്ടി ഇല്ലാത്തവരാണെങ്കിൽ അവരുടെ പേർക്ക് തന്നെ ചെയ്താൽ മതി. ഒപ്പം തന്നെ ഈ ദോഷങ്ങൾ മാറി തന്നെയാണ്. ഒപ്പം തന്നെ വൃശ്ചിക മാസം പുണർന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറഞ്ഞാൽ കടം മേടിക്കും. അതായത് പൈസ ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും കുറച്ചും കൂടെ പൈസ കിട്ടിയാൽ മതി വെച്ച് നമ്മൾ ഉള്ളവരുടെ ആൾക്കാരെ വീണ്ടും കടം മേടിച്ച് കൂട്ടുന്ന ഒരു മാസം കൂടെയാണ് വൃശ്ചിക മാസം. ആ ഒരു കാര്യം പുണർന്ന നക്ഷത്രക്കാരെ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ കടബാധ്യതകളിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ നമ്മൾ ഒത്തിരി കടം മേടിക്കുമ്പോൾ നമുക്കത് തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ടാകും. അപ്പോൾ ഈ ഒരു ദോഷം നമ്മൾ മാറാൻ വേണ്ടി ഋണമോചന മന്ത്ര ഗണേശാർച്ചന, അതായത് ഗണപതി ക്ഷേത്രത്തിൽ 7 തവണ ചെയ്യുമ്പം ഈ ഒരു ദോഷത്തിന് പരിഹാരം കിട്ടുന്നതായിരിക്കും പുണർന്ന നക്ഷത്രക്കാർക്ക്. ഒപ്പം തന്നെ ധനുമാസം പുണർന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ച് സന്തോഷമായ വാർത്തകൾ നാലാദിക്കിൽ നിന്ന് കേൾക്കാനിടയുണ്ട്. ബന്ധുക്കളും അതുപോലെ തന്നെ കൂട്ടുകാരിൽ നിന്നും എല്ലായിടത്തു നിന്നും നമുക്ക് സന്തോഷ അനുഭവങ്ങൾ കിട്ടും. നമ്മൾ എവിടെ ചെന്നാലും എല്ലാവർക്കും സന്തോഷം, ഇല്ലെങ്കിൽ നമുക്ക് സന്തോഷമായ കാര്യങ്ങൾ കേൾക്കാനും നമ്മൾ എപ്പോഴും സന്തോഷമായിട്ട് ഇരിക്കാനുള്ള പ്രവൃത്തികളും നമുക്ക് ഒത്തിരി സാമ്പത്തിക ലാഭങ്ങൾ, നമ്മൾ ഏത് തൊഴിൽ രംഗത്ത് പ്രവർത്തിച്ചാലും നമുക്ക് സാമ്പത്തികം കിട്ടുന്നുണ്ട്. നമുക്ക് സന്തോഷം, കുടുംബപരമായിട്ടുള്ള സന്തോഷം, കുട്ടികളിൽ നിന്ന് സന്തോഷം. അപ്പോൾ നമുക്ക് നല്ലൊരു മാസമാണ് ധനുമാസം. ഈ ഒരു ദോഷങ്ങളും ഈ ഒരു തടസ്സങ്ങളും ഒക്കെ മാറാൻ വേണ്ടി, എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ തടസ്സങ്ങൾ മാറാൻ വേണ്ടി പുണർന്ന നക്ഷത്രക്കാർ ചെയ്യേണ്ട വഴിപാടെന്ന് വെച്ചാൽ ദേവി ഇരിക്കുന്ന ക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന. ദേവി ഇരിക്കുന്ന ക്ഷേത്രത്തിൽ അത് ദുർഗാസങ്കല്പമായിരിക്കണം. ദുർഗാദേവിക്ക് കുങ്കുമാർച്ചന ചെയ്യുന്നത് വളരെയധികം ഉത്തമമാണ്. ഈ ഒരു കുങ്കുമം അർച്ചന ചെയ്ത് നമ്മുടെ വീട്ടിൽ വെച്ച് നമ്മൾ രാവിലെ നിത്യം പോകുമ്പോൾ തൊട്ടുകൊണ്ട് പോകുന്നത് നമ്മൾ ഒരു വിധത്തിലുള്ള ദോഷങ്ങളും പ്രശ്നങ്ങളൊന്നും ബാധിക്കില്ല. അപ്പം ധനുമാസം എന്തുകൊണ്ടും പുണർന്ന നക്ഷത്രങ്ങൾ വളരെ നല്ലതാണ്. നമുക്ക് മകരമാസം നോക്കാം. മകരമാസത്തിൽ പുണർന്ന നക്ഷത്രക്കാർക്ക് കാല് സംബന്ധമായിട്ട് ഒത്തിരി വേദനകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ചുമ്മാ ഇരിക്കുമ്പോൾ കാല് വേദന, നമ്മൾ നടന്ന് വരുമ്പോഴത്തേക്ക് കാലിന് നീര്. ഒപ്പം പ്രായമായവർക്കാണ് കൂടുതൽ ബുദ്ധിമുട്ടുകൾ വരുന്നത്. അപ്പോൾ എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അന്ന് തന്നെ നമ്മൾ ഡോക്ടറെ ഉറപ്പായിട്ടും പോയി കാണുക. മരുന്ന് മേടിക്കാതെ വഴിപാട് കൊണ്ട് രോഗം മാറില്ല. അപ്പോൾ അത് പ്രത്യേകം പുണർന്ന നക്ഷത്രക്കാർ ചെയ്യണം. പിന്നെ ഈ ഒരു ദോഷങ്ങളും അതിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ വേണ്ടി മഹാദേവ ക്ഷേത്രത്തിൽ ശിവഭഗവാന് ധാരയും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും ചെയ്യുന്നത് വളരെയധികം ഉത്തമമാണ്. അപ്പോൾ ദോഷത്തിൻ്റെ കാഠിന്യം മാറി നമ്മൾ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ ആ മരുന്ന് നമുക്ക് പിടിക്കുകയും നമ്മൾ ആരോഗ്യത്തോടുകൂടി ഇരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വഴിപാട് ഞാൻ പറയുന്നത് മകരമാസത്തിൽ. ഒപ്പം തന്നെ കുംഭമാസത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഇവരെ തളർത്തുന്നില്ല. ഒപ്പം തന്നെ ആരോഗ്യമില്ലാത്തവർക്ക് പോലും ആരോഗ്യം നല്ല രീതിയിലാകും. അതായത് ഒപ്പം നമ്മൾ ഡോക്ടറെ കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ അസുഖങ്ങളൊക്കെ കുറഞ്ഞു വരും. ഒപ്പം തന്നെ നമുക്ക് രോഗം
കൂടുതലായിട്ട് ബാധിച്ചവർക്ക് രോഗശമനം കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു രോഗശമനത്തിന് വേണ്ടി നമ്മൾ മഹാദേവന് ധാര തന്നെ ചെയ്യുന്നതായിരിക്കും വളരെയധികം ഉത്തമം. പിന്നെ എന്തെങ്കിലും അസുഖങ്ങൾ വരുവാണെങ്കിൽ പുണർനക്ഷത്രക്കാർ ഡോക്ടറെ കയ്യോടെ കൊണ്ട് കാണിക്കണം, ഡോക്ടറെ കാണിക്കാതിരിക്കരുത്. കാരണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മന്ത്രം കൊണ്ടൊന്നും അസുഖങ്ങൾ മാറില്ല, നമുക്ക് ദോഷങ്ങളും മാറാനേ പറ്റത്തുള്ളൂ. നമ്മൾ മരുന്നും കൂടെ കഴിക്കുമ്പം മന്ത്രത്തിൻ്റെ ശക്തിയിലും മരുന്നിൻ്റെ ശക്തിയിലും അസുഖങ്ങൾ മാറും. അപ്പോൾ അങ്ങനെ വിശ്വസിച്ച് വേണം നമ്മൾ ഈ ഒരു കാര്യം ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമുക്ക് എന്ത് അസുഖം വന്നാലും ഡോക്ടറെ കണ്ട് മരുന്ന് മേടിക്കുക. ഒപ്പം തന്നെ മഹാദേവ ക്ഷേത്രത്തിൽ പോയി ധാര നടത്തുന്നതും വളരെയധികം ഉത്തമം. അപ്പോൾ കുംഭമാസം ഒന്നും കൂടെ അവർക്ക് നല്ലതായിരിക്കും, ആരോഗ്യ കാര്യങ്ങൾ മെച്ചപ്പെടും. ഒപ്പം തന്നെ മീനമാസത്തെ പുണർന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ച് വലിയൊരു സൗഭാഗ്യം തന്നെയാണ്. അത് നിങ്ങൾക്ക് എവിടെ പോകണമെങ്കിലും നിങ്ങൾക്ക് പോകാനുള്ള സാമ്പത്തികമാണ്. അതായത് ഒത്തിരി കാലങ്ങളായി പുണർന്ന നക്ഷത്രക്കാർക്ക് യാത്ര ഇഷ്ടപ്പെടുന്ന പുണർന്ന നക്ഷത്രക്കാരാണെങ്കിൽ അവർക്ക് പുണ്യസ്ഥാനങ്ങളിൽ യാത്ര ചെയ്യാനും വിദേശത്തൊക്കെ പോകാനുള്ള എല്ലാ സൗഭാഗ്യങ്ങളും പുണർന്ന നക്ഷത്രക്കാർക്ക് വന്ന് ഭവിക്കുന്നതാണ്. ഒപ്പം തന്നെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഇവർക്ക് കിട്ടുന്ന ഒരു മാസമാണ് മീനമാസം. അപ്പോൾ ഈ ഒരു തടസ്സങ്ങൾ മാറാൻ വേണ്ടി മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ ദർശനം നടത്തി ദേവിക്ക് താമരമാല ഇടുന്നത് വളരെയധികം ഉത്തമമാണ്. പിന്നെ ഞാനൊരു കാര്യം പറയുകയാണ്, നമ്മുടെ ജാതകത്തിൽ എത്രയൊക്കെ ഭാഗ്യങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സർപ്പങ്ങൾക്ക് എണ്ണയോ തിരിയോ കൊടുക്കാതെ രക്ഷസിനെ നോക്കാതിരിക്കുക, അതായത് രക്ഷസിന് പാൽപ്പായസം കൊടുക്കുക, നമ്മുടെ അച്ഛൻ വഴി അമ്മ വഴി കാവുകളുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അവിടെ വെച്ചാരാധന ഉണ്ടെങ്കിൽ കുടുംബക്ഷേത്രത്തിൽ പോകാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജാതകത്തിൽ നല്ല ഭാഗ്യങ്ങൾ ഒരിക്കലും നമ്മൾ അനുഭവിക്കത്തില്ല, അല്ലേ? ഇപ്പോൾ പുണർന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒത്തിരി ആൾക്കാർ വിഷുഫലങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ പറയുന്ന ഫലങ്ങൾ സത്യമാകണമെങ്കിൽ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കാവിൽ നമ്മൾ എണ്ണ കൊണ്ട് കൊടുക്കുക, അവിടെ രക്ഷസന് പാൽപ്പായസം കൊടുക്കുക, നമ്മുടെ അച്ഛൻ വഴിയും അമ്മ വഴിയും കുടുംബക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ പോയി തിരി തെളിയിക്കുക. ഒപ്പം തന്നെ നമ്മുടെ ദേശദേവതയുടെ പ്രീതി ഉത്തമമാണ്. ഒപ്പം തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു ഉപാസനമൂർത്തിയെ വിളിക്കുന്ന ഒരു വ്യക്തികളാണെങ്കിൽ ഉപാസനമൂർത്തിയുടെ അനുഗ്രഹം കൊണ്ട് നമുക്ക് എല്ലാ ദോഷങ്ങളും അതിജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. അപ്പോൾ പുണർന്ന നക്ഷത്രക്കാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക. അപ്പോൾ ഞാൻ മറ്റൊരു നക്ഷത്ര ഫലമായിട്ട് വരുന്നതായിരിക്കും. നമസ്കാരം.